സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ സ്നേഹവന്ദനം. 12-ാം എപ്പിസോഡിലെ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായമാണ് നമ്മളിന്ന് പഠിക്കുക. 30 ചോദ്യോത്തരങ്ങൾ നമുക്ക് കാണാം ഇവിടെ. ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കർത്താവ് ഈശോയെ, നിൻ്റെ വചനത്തിൻ്റെ സമൃദ്ധിയിലേക്ക് ഞങ്ങൾ ആഴ്ന്നിറങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും നിൻ്റെ സത്യത്തിലേക്ക് തുറക്കണമേ. എമ്മാവുസിലേക്കുള്ള യാത്രയിൽ ശിഷ്യന്മാർക്ക് സംഭവിച്ചതുപോലെ അങ്ങയുടെ തിരുവചനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ പുനരുത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ വിശ്വാസത്തിലും വിവേകത്തിലും ഞങ്ങളെ വളർത്തണമേ. ആമേൻ. ലൂക്ക 24 ഒരു ആമുഖം. ഈശോയുടെ പുനരുത്ഥാനത്തെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങൾ വിവരിക്കുന്ന ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ പാരമ്യത്തിലെ ഉപസംഹാരമായി 24-ാം അധ്യായം പ്രവർത്തിക്കുന്നു. അത് ശൂന്യമായ കല്ലറ കണ്ടെത്തുന്നതിലൂടെ ആരംഭിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമായുള്ള പരിവർത്തനാത്മകമായ ഏറ്റുമുട്ടലിലൂടെ നീങ്ങുന്നു. അവിടുത്തെ സ്വർഗാരോഹണത്തോടെ അവസാനിക്കുന്നു. കുരിശുമരണത്തിൻ്റെ നിരാശയെ പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയോടും ദൗത്യത്തോടും ബന്ധിപ്പിക്കുന്നു. തിരുവെഴുത്തുകളുടെ പൂർത്തീകരണത്തിനും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ആഹ്വാനത്തിനും ഊന്നൽ നൽകുന്നു. സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് കളമൊരുക്കുന്ന ഒരു അധ്യായം. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം യേശു. ചോദ്യോത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ലൂക്ക 24 ഏത് ദിവസത്തെ സംഭവങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? ലൂക്ക 24 ഏത് ദിവസത്തെ സംഭവങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ആഴ്ചയുടെ ആദ്യ ദിവസത്തെ കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്. ആ ചാപ്റ്റർ മുഴുവൻ തന്നെ അങ്ങനെയാണ്, ആഴ്ചയുടെ ആദ്യ ദിവസത്തെ. 2, ഗലീലയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ ആഴ്ചയുടെ ആദ്യ ദിവസം കല്ലറയുടെ അടുത്തേക്ക് പോയതെപ്പോൾ? എപ്പോഴാണ് അവർ കല്ലറയുടെ അടുത്തേക്ക് പോയതെന്നാണ് ചോദ്യം. ഉത്തരം അതിരാവിലെ. ലൂക്ക 24:1 അവർ പോയത് വെളുപ്പിനെയാണ്, അത് രാവിലെയാണ്. 3, ഗലീലയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ ആഴ്ചയുടെ ആദ്യ ദിവസം കല്ലറയുടെ അടുത്തേക്ക് പോയപ്പോൾ എന്താണ് കൂടെ കൊണ്ടുപോയത്? എന്താണ് അവർ കൂടെ കൊണ്ടുപോയതെന്നാണ് ചോദ്യം. ഉത്തരം തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങൾ. ലൂക്ക 24:1. 23-ാം അധ്യായത്തിൽ നമ്മൾ അവസാനം വായിക്കുന്നുണ്ട്. 4-ാമത്തെ ചോദ്യം, ഗലീലയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ ആഴ്ചയുടെ ആദ്യ ദിവസം കല്ലറയുടെ അടുത്തേക്ക് പോയപ്പോൾ കണ്ടതായി ലൂക്ക 24:2 പറയുന്നത് എന്ത്? ഉത്തരം കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായിട്ടാണ് അവർ കണ്ടത്. 5-ാമത്തെ ചോദ്യം, ലൂക്ക 24:3 അനുസരിച്ച് അവർ അകത്ത് കടന്നു നോക്കിയപ്പോൾ കണ്ടില്ല എന്ന് പറയുന്നത് എന്ത്? എന്താണ് അവർ അകത്ത് കടന്നു നോക്കിയപ്പോൾ കണ്ടില്ല എന്ന് പറയുന്നത്? ഉത്തരം കർത്താവായ യേശുവിൻ്റെ ശരീരം. ലൂക്ക 24:3. കർത്താവായ യേശുവിൻ്റെ ശരീരമാണ് അവർ കാണാതിരുന്നത്, അല്ലെങ്കിൽ അവിടെ കാണാൻ സാധിക്കാഞ്ഞത്. 6, കല്ലറ സന്ദർശിച്ച സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ടത് ആര്? കല്ലറ സന്ദർശിച്ച സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ടത് ആര്? അതാണ് 6-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച 2 പേർ. ലൂക്ക 24:4. തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച 2 പേർ. നമുക്കറിയാം അവർ മലാഖമാരാണ്, അല്ല ദൂതന്മാരാണ്. 7, ലൂക്ക 24 ആദ്യം പരാമർശിക്കുന്ന സ്ഥലം ഏത്? ലൂക്ക 24-ാം അധ്യായത്തിൽ ആദ്യം പരാമർശിക്കുന്ന സ്ഥലം ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഗലീലി. ലൂക്ക 24:7 പറയുന്നത്. ഗലീലി. ലൂക്ക 24:7 ഈശോയെക്കുറിച്ച് പറയുമ്പോഴാണ് ഗലീലി വരുന്നത്. 8, അപ്പോൾ അവർ അവൻ്റെ വാക്കുകൾ ഓർമ്മിച്ചു. ലൂക്ക 24:8. ആര്? അപ്പോൾ അവർ അവൻ്റെ വാക്കുകൾ ഓർമ്മിച്ചു. ലൂക്ക 24:8. ആരാണ് അവൻ്റെ വാക്കുകൾ ഓർമ്മിച്ചത്? കല്ലറയെങ്കിലെത്തിയ സ്ത്രീകൾ. കല്ലറയെങ്കിലെത്തിയ സ്ത്രീകൾ യേശു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തു. അടുത്ത ചോദ്യം 9, കല്ലറയെങ്കിൽ നിന്ന് തിരിച്ചു വന്ന സ്ത്രീകൾ തങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ അറിയിച്ചത് ആരെ? കല്ലറയെങ്കിൽ നിന്ന് തിരിച്ചു വന്ന സ്ത്രീകൾ തങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ അറിയിച്ചത് ആരെ എന്നാണ് 9-ാമത്തെ ചോദ്യം. 11 പേരെയും മറ്റെല്ലാവരെയും. ലൂക്ക 24:9. കല്ലറയിൽ പോയിട്ട് എത്തിച്ചേരുമ്പോൾ 11 പേരെ സ്ലീഹന്മാരെ അറിയിച്ചു. 10-ാമത്തെ ചോദ്യം, എത്ര സ്ത്രീകളുടെ പേരുകളാണ് ലൂക്ക 24 പരാമർശിക്കപ്പെടുന്നത്?
എത്ര സ്ത്രീകളുടെ പേരുകളാണ് ലൂക്ക 24 പരാമർശിക്കപ്പെടുന്നത്? ഒരു ക്ലിപ്ത നമ്പറുണ്ട്, എത്ര സ്ത്രീകളാണ് എന്നുള്ളത്. ഉത്തരം 3. ലൂക്ക 24 10. 3 പേരാണ് ലൂക്ക 24 10 അനുസരിച്ച്. 11 പൂരിപ്പിക്കുക. മഗ്ദലന മറിയവും ഡാഷും യാക്കോബിൻ്റെ അമ്മയായ മറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സ്ത്രീകളുമാണ് ഈ കാര്യങ്ങൾ അപ്പോസ്തലന്മാരോട് പറഞ്ഞത്. 3 പേരുടെ കാര്യമാണ്. അതിനകത്ത് രണ്ടാമത്തെ 2 പേരാണ് ചോദിക്കുന്നത്. ഉത്തരം യോവാന്നെയും എന്നാണ്. യോവാന്നെയും. ലൂക്ക 24 10. അപ്പം 2 മറിയവും ഒരു യോവാന്നെയും. യോവാനെയാണ് ഇവിടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. 12 അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെ തോന്നിയുള്ളൂ. ആർക്ക്? അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെ തോന്നിയുള്ളൂ. ആർക്ക്? ഉത്തരം അപ്പസ്തോലന്മാർക്ക്. ലൂക്ക 24 11. സ്ത്രീകളിൽ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് വെറും കെട്ടുകഥയായിട്ട് തോന്നുള്ളൂ. ഈശോ ഉയർത്തുന്നതിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴാണ് അവർ കെട്ടുകഥയായിട്ട് വിചാരിച്ചുള്ളൂ. 13 ആര് എഴുന്നേറ്റ് കല്ലറയെങ്കിലേക്ക് ഓടിയെന്നാണ് ലൂക്ക 24 12 പറയുന്നത്. ആരാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് കല്ലറയെങ്കിലേക്ക് ഓടിയത്? 13ാമത്തെ ചോദ്യം. ഉത്തരം പത്രോസാണ് ഈ വിവരം സ്ത്രീകൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ഉടനെ എഴുന്നേറ്റ് ഓടിയത് കല്ലറയെങ്കിലേക്ക്. അടുത്ത ചോദ്യം 14. ശിഷ്യന്മാരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോയത് ഏത് ദിവസമാണ് ശിഷ്യന്മാരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോയത്? ഉത്തരം ആഴ്ചയുടെ ആദ്യ ദിവസം. ലൂക്ക 24 13. ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെയാണ് അവർ പോയത്. അതായത് ആ ദിവസം തന്നെയെന്ന് പറയുമ്പോൾ ആദ്യ ദിവസമാണ് ഉദ്ദേശിക്കുന്നത്. 15 ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് ഏകദേശം എത്ര ദൂരമുണ്ട്? ജെറുസലേമിൽ നിന്ന് എമ്മാവൂസ് ഗ്രാമത്തിലേക്കാണ്. ഏകദേശം എത്ര ദൂരമുണ്ട്? ഉത്തരം 60 സ്താദിയോൺ. ലൂക്ക 24 13. 60 സ്താദിയോൺ ദൂരമാണ് ഉണ്ടായിരുന്നത്. 60 സ്താദിയോൺ. 16 ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? ആരോട് ചോദിച്ചു? ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവങ്ങളൊന്നും അറിയാത്ത അപരിചിതനാണോ നീ എന്ന് ആരോട് ചോദിച്ചു? ഉത്തരം ക്ലെയോഫാസ് യേശുവിനോട്. ക്ലെയോഫാസ് ഒരു ശിഷ്യനാണ്. ക്ലെയോഫാസ് യേശുവിനോട് ചോദിക്കുന്നതാണ്. 17 നസ്രായനായ യേശു ആരുടെ മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു എന്നാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞത്? നസ്രായനായ യേശു ആരുടെ മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായിരുന്നു? ഉത്തരം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ. ലൂക്ക 24 19. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിലാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ലൂക്ക 24 19. അടുത്തത് 18ാമത്തെ ചോദ്യം. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു. ലൂക്ക 24 36. അരുളി ചെയ്തത് എന്താണ് ഈശോ അവരുടെ മധ്യേ പ്രത്യക്ഷനായി പറഞ്ഞത്? നിങ്ങൾക്ക് സമാധാനം എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് സമാധാനം, പീസ് ബി വിത്ത് യു എന്നാണ് ഈശോ പറയുന്നത്. 19 ആര് വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാമാണ് യേശു ശിഷ്യർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത്? ആര് വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാമാണ് യേശു ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത്? മോശ തുടങ്ങി എല്ലാ പ്രവചനന്മാരും. അതാണ് ഉത്തരം. മോശ തുടങ്ങി എല്ലാ പ്രവചനന്മാരും എഴുതിയിരുന്ന. ലൂക്ക 24 27 പറയുന്നു. 20 ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ലൂക്ക 24 41 ചോദിക്കുന്നതാര്? ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നാരാണ് ചോദിക്കുന്നത്? ഉത്തരം യേശുവാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ യേശു ഒരു ഭൂതമൊന്നുമല്ല എന്നുള്ള കാര്യം അതിൽ നിന്ന് വ്യക്തമാണ്. യേശു ആഹാരം കഴിക്കാനായിട്ട് ചോദിക്കുകയാണ്. 21 ലൂക്ക 24 50 അനുസരിച്ച് യേശു ശിഷ്യരെ എവിടെ വരെ കൂട്ടിക്കൊണ്ടുപോയി? ലൂക്ക 24 50 അനുസരിച്ച് യേശു ശിഷ്യരെ എവിടെ വരെ കൂട്ടിക്കൊണ്ടുപോയി? ബഥാനിയ വരെ യേശു ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി. ബഥാനിയ 24 പ്രധാന വാക്കാണ്, അല്ലെ സ്ഥലമാണ്. യേശു ശിഷ്യരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തപ്പോൾ. 22ാമത്തെ ചോദ്യം. യേശു ശിഷ്യരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തത് എപ്പോൾ? പ്രത്യേകം ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഉത്തരം അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ ആണ് ഈശോ ഇങ്ങനെ മുകളിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്നത്. ലൂക്ക 24 51. അടുത്ത ചോദ്യം 23.
യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ അത്യന്തം ആനന്ദത്തോടെ എങ്ങോട്ടാണ് മടങ്ങിയത്? എങ്ങോട്ടാണ് അവർ അത്യന്തം ആനന്ദത്തോടെ മടങ്ങിയത് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം? ഉത്തരം ജെറുസലേമിലേക്ക്. ലൂക്ക 24:52. ജെറുസലേമിലേക്കാണ് അവർ അത്യന്തം സന്തോഷത്തോടെ മടങ്ങിയത്. അടുത്ത ചോദ്യം 24. പാപമോചനത്തിനുള്ള അനുതാപം എവിടെ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? എവിടെ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു? ഉത്തരം ജെറുസലേമിൽ ആരംഭിച്ച്. ലൂക്ക 24:47. ജെറുസലേമാണ് അതിൻ്റെ ഉത്തരം. ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്നു. അടുത്ത ചോദ്യം 25. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ എവിടെ വസിക്കുവിനെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ എവിടെ വസിക്കുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം നഗരത്തിൽ തന്നെ വസിക്കുവിനെന്നാണ്. ലൂക്ക 24:49 പറയുന്നത്. അടുത്ത ചോദ്യം 26. ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്കുള്ള ദൂരം കിലോമീറ്ററിൽ എത്ര? ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്കുള്ള ദൂരം കിലോമീറ്ററിൽ എത്ര കിലോമീറ്ററാണ്? നമ്മൾ നേരത്തെ 60 സ്ഥാദിയോൻ എന്ന് പറഞ്ഞിരുന്നല്ലോ. ഉത്തരം ഏകദേശം 11 കിലോമീറ്റർ. 11 കിലോമീറ്ററാണ് ദൂരം ഏകദേശം. അടിക്കുറിപ്പ് കാണുക. അടുത്ത ചോദ്യം 27. ജെറുസലേമിലേക്ക് മടങ്ങിയ ശിഷ്യന്മാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും കഴിഞ്ഞുകൂടിയത് എവിടെയാണ് അവർ സദാസമയവും കഴിഞ്ഞുകൂടിയത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്? അതിൻ്റെ ഉത്തരം ദേവാലയത്തിൽ. ലൂക്ക 24:53. ദേവാലയത്തിലാണ് അവർ സദാസമയവും കഴിഞ്ഞുകൂടിയത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. 28. ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് യേശു ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ അവന് കൊടുത്തത് എന്ത്? യേശു ചോദിച്ചില്ല ഇവന് ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ശിഷ്യന്മാർ എന്താണ് കൊടുത്തത് അവന്? ഉത്തരം ഒരു കഷ്ണം വറുത്ത മീനാണ് കൊടുത്തത്. ലൂക്ക 24:42. 29. ചോദ്യം. എന്ത് ഗ്രഹിക്കാൻ തക്ക വിധമാണ് യേശു ശിഷ്യന്മാരുടെ മനസ്സ് തുറന്നത്? എന്ത് ഗ്രഹിക്കാൻ തക്ക വിധമാണ് യേശു ശിഷ്യന്മാരുടെ മനസ്സ് തുറന്നത്? ഉത്തരം വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാക്കാനായിട്ട് ആണ് മനസ്സ് തുറന്നത്. ലൂക്ക 24:45. അവസാനത്തെ ചോദ്യം 30. ലൂക്ക 24:34 അനുസരിച്ച് യേശു പ്രത്യക്ഷപ്പെട്ടത് ആർക്ക്? ലൂക്ക 24:34. ശിമയോനാണ് യേശു പ്രത്യക്ഷപ്പെട്ടത്. അതാണ് അതിൻ്റെ ഉത്തരം. ഒരു വചനഭാഗം നമുക്ക് കാണാം. അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു. ലൂക്ക 24:50-51 വാക്യങ്ങളാണിവ. നുറുങ്ങുകൾ. ലൂക്ക 24 ഏതാനും ചില സത്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. യേശുവിൻ്റെ പുനരുത്ഥാനം, മരണത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ശക്തിയും അവൻ്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണവും, തിരുവെഴുത്തുകളിലും അപ്പമുറിക്കലിലും യേശുവിനെ വെളിപ്പെടുത്തുന്ന എമ്മാവൂസ് അനുഭവം, പരിശുദ്ധാത്മാവിനാൽ ശാക്തീകരിക്കപ്പെട്ട മാനസാന്തരത്തിൻ്റെയും ക്ഷമയുടെയും സന്ദേശം ലോകവുമായി പങ്കിടാൻ വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന ശിഷ്യന്മാർ, ഈ സന്ദേശങ്ങൾ വിശ്വാസം, പ്രത്യാശ, ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൽ സജീവമായ പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. നമുക്ക് 24-ാം അധ്യായത്തെക്കുറിച്ചുള്ള നുറുങ്ങുകൾ പറ്റി ചിന്തിക്കുമ്പോൾ ഇതൊക്കെയാണ് പറയാനായിട്ട് സാധിക്കുക. Thank you for watching. Kindly subscribe to the channel and do share the video. Till we meet in the next video, it's goodbye from Joseph for JJ Logos 316. May the Lord God be with us till we meet again with another episode. Thank you once again.